ഹായ് ഓൾ, വെൽക്കം ടു ലൂമോസ് അക്കാഡമി. ഇന്ന് നമ്മൾ കമ്പനി ബോർഡ് എക്സാമിന് 10 മാർക്ക് അലോട്ട് ചെയ്തേക്കുന്ന പൊതുജന ആരോഗ്യം എന്ന സെക്ഷനിലെ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും എന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. അതിലെ ബാക്ടീരിയ രോഗങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കമ്പനി ബോർഡ് എക്സാമിന് മാത്രമല്ല, എല്ലാ എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണിത്. കമ്പനി ബോർഡ് എക്സാമിന് 10 മാർക്ക് അലോട്ട് ചെയ്തേക്കുന്നതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്ടീരിയ രോഗങ്ങൾ: ഡിഫ്തീരിയ, ടൈഫോയിഡ് അഥവാ എൻട്രിക് ഫീവർ, ന്യൂമോണിയ, പ്ലേഗ്, ആന്ത്രാക്സ്, കുഷ്ഠം അഥവാ ലെപ്രോസി, ടെറ്റനസ്, ക്ഷയം അഥവാ ട്യൂബർകുലോസിസ്, കോളറ, ഗൊണോറിയ, വില്ലൻ ചുമ അഥവാ പെർട്ടുസിസ്, സിഫിലിസ്, ബോട്ടുലിസം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബാക്ടീരിയ രോഗങ്ങൾ. ഇത് നമുക്ക് ഒരു കോഡ് വെച്ചിട്ട് കണക്ട് ചെയ്യാം. ദീപാൽ, TTC, GPS. ദീപാൽ TTCക്ക് പഠിച്ചത് GPS എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഓർത്ത് വെച്ചേക്കുക. എന്താണ്? ദീപാൽ TTCക്ക് പഠിച്ചത് GPS എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അതില് ദീപാൽ ഡിഫ്തീരിയ, തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന രോഗമാണ് ഡിഫ്തീരിയ. രണ്ട് പേരും പഠിച്ചു വെച്ചേക്കണം. ചിലപ്പോൾ ഡിഫ്തീരിയ എന്നായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്, ചിലപ്പോൾ തൊണ്ടമുള്ള് എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ദീപാൽ, ദീപാലിന്റെ ഡിഫ്തീരിയ, എൻട്രിക് ഫീവർ, ടൈഫോയിഡിനെയാണ് എൻട്രിക് ഫീവർ എന്നറിയപ്പെടുന്നത്. എൻട്രിക് ഫീവർ. ന്യൂമോണിയ, പ്ലേഗ്. ആന്ത്രാക്സ്. ലെപ്രോസി, കുഷ്ഠത്തിനെയാണ് ലെപ്രോസി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ദീപാൽ, ഡിഫ്തീരിയ, എൻട്രിക് ഫീവർ, ന്യൂമോണിയ, പ്ലേഗ്, ആന്ത്രാക്സ്, ലെപ്രോസി. TTC, ടെറ്റനസ്, ട്യൂബർകുലോസിസ്. എന്താണ്? കോളറ. ദീപാൽ TTCക്ക് പഠിച്ചത് GPS ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഗൊണോറിയ. പെർട്ടുസിസ്, വില്ലൻ ചുമ എന്നറിയപ്പെടുന്ന രോഗമാണ് പെർട്ടുസിസ്. സിഫിലിസ്. ഇവിടെ ബോട്ടുലിസം നമുക്ക് എങ്ങനെ ഓർത്ത് വെക്കാന്ന് വെച്ചാൽ, GPS ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നത് ബോട്ടിലാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ അതുവഴി നമുക്ക് ബോട്ടുലിസം കിട്ടും. അപ്പൊ എന്താണ്? ദീപാൽ TTCക്ക് പഠിച്ചത് GPS എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. GPS പോകുന്നത് ബോട്ടിലാണെന്ന് ഓർത്ത് വെക്കുക. അപ്പം ബോട്ടുലിസം കൂടി കിട്ടും. ഇനി നമുക്ക് ബാക്ടീരിയ രോഗങ്ങളും അതുണ്ടാകാൻ കാരണമായ ബാക്ടീരിയ അഥവാ രോഗകാരി ഏതാന്ന് നോക്കാം. ആദ്യത്തേത് ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ള്. ഇതിന് കാരണക്കാരിയായ ബാക്ടീരിയ ആണ് കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയ. ഡിഫ്തീരിയ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഷിക് ടെസ്റ്റ്. അപ്പൊ ഷിക് ടെസ്റ്റ് ഏത് രോഗം തിരിച്ചറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ആണ്? തൊണ്ടമുള്ള് അഥവാ ഡിഫ്തീരിയ. ഇതിനെ പ്രതിരോധിക്കുന്ന വാക്സിൻ ആണ് DPT വാക്സിൻ. ഇത് DPT വാക്സിൻ ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ളിന് മാത്രമല്ല, മറ്റ് 2 ബാക്ടീരിയ രോഗങ്ങൾക്കും കൂടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ ഡിഫ്തീരിയ രോഗകാരി കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയ. അടുത്തത് ടൈഫോയിഡ്. ഇപ്പൊ ഡിഫ്തീരിയ അഫക്റ്റ് ചെയ്യുന്ന എവിടെയാണ്? ത്രോട്ടിനെയാണ്. മെയിൻ ആയിട്ടും തൊണ്ടേനെ അഫക്റ്റ് ചെയ്യുന്ന രോഗമാണ് ഡിഫ്തീരിയ. ടൈഫോയിഡ് രോഗകാരി. ടൈഫോയിഡിന് കാരണമായ ബാക്ടീരിയ സാൽമണല്ല ടൈഫി. ടൈഫോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ കുടലിനെ ബാധിക്കുന്ന, ചെറിയ കുടലിനെ ബാധിക്കുന്ന രോഗമാണ് ടൈഫോയിഡ്. മലിനമായ ആഹാരത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന രോഗമാണ് ടൈഫോയിഡ്. ടൈഫോയിഡ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ആണ് വൈഡൽ ടെസ്റ്റ്. അടുത്തത് ന്യൂമോണിയ. ന്യൂമോണിയയ്ക്ക് കാരണമായ ബാക്ടീരിയ ആണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. എന്താണ്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. ന്യൂമോണിയ എല്ലാവർക്കും അറിയാലോ, ലങ്സിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ശ്വാസകോശത്തെ എഫക്റ്റ് ചെയ്യുന്ന രോഗമാണ് ന്യൂമോണിയ. ബാക്ടീരിയ ഏതാണ്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. അടുത്തത് പ്ലേഗ്. പ്ലേഗിന് കാരണക്കാരിയായ ബാക്ടീരിയ ആണ് യെർസീനിയ പെസ്റ്റിസ്. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? പ്ലേഗ് ആണ്. അപ്പൊ എന്തൊക്കെയാണ്? ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ള്, തൊണ്ടയെ ബാധിക്കുന്ന രോഗമാണ്. കാരണക്കാരിയായ ബാക്ടീരിയ കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയ. ഡിഫ്തീരിയ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഷിക് ടെസ്റ്റ്.
ഡിഫ്തീരിയയ്ക്ക് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിനാണ് DPT വാക്സിൻ. ടൈഫോയിഡ് കുടലിനെ എഫക്റ്റ് ചെയ്യുന്ന രോഗമാണ്. മലിനമായ ജലത്തിലൂടെയും ആഹാരത്തിലൂടെയും പകരുന്ന രോഗമാണ് ടൈഫോയിഡ്. ന്യൂമോണിയ ലങ്സിനെ എഫക്റ്റ് ചെയ്യുന്ന രോഗമാണ്. കാരണക്കാരിയായ ബാക്ടീരിയ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. പ്ലേഗ് ബാക്ടീരിയ യെർസീനിയ പെസ്റ്റിസ്. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏതാണെന്ന് ചോദിക്കാറുണ്ട് എക്സാമിന്. പ്ലേഗ്. ഓർത്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ. അടുത്തത് ആന്ത്രാക്സ്. കാരണക്കാരിയായ ബാക്ടീരിയ ബാസിലസ് ആന്ത്രാസിസ്. അപ്പോൾ ആന്ത്രാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു സൂണോട്ടിക് ഡിസീസ് ആണ്. സൂണോട്ടിക് ഡിസീസ് എന്ന് വെച്ചാൽ മൃഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കന്നുകാലികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമായതുകൊണ്ടാണ് ഇത് വായുവിലൂടെ പകരുന്ന രോഗമാണ്. എയർബോൺ ഡിസീസ് ആണ് ആന്ത്രാക്സ്. ഓപ്ഷൻ തന്നിട്ട് ആന്ത്രാക്സ് വായുവിലൂടെയാണോ ജലത്തിലൂടെയാണോ എന്ന് ചോദിക്കാം. അപ്പം വായുവിലൂടെ പകരുന്ന രോഗമാണ് ആന്ത്രാക്സ്. കാരണക്കാരിയായ ബാക്ടീരിയ ബാസിലസ് ആന്ത്രാസിസ്. അടുത്തത് കുഷ്ഠം അഥവാ ലെപ്രോസി. രണ്ടുപേരും പഠിച്ചു വെച്ചേക്കണം. രണ്ട് രീതിയിലും ചോദിക്കാം. ഒന്നെങ്കിൽ ലെപ്രോസി എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കുഷ്ഠം എന്നും ചോദിക്കാം. അപ്പൊ കാരണക്കാരിയായ ബാക്ടീരിയ മൈക്കോ ബാക്ടീരിയം ലെപ്രേ. അപ്പൊ ഇത് എഫക്റ്റ് ചെയ്യുന്നത് സ്കിന്നിനെയാണ് പ്രധാനമായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ നാഡികള് അതേപോലെ കണ്ണ് മൂക്കിനെയൊക്കെ പിന്നെ ബാധിക്കുന്നുണ്ട്. ഹാൻസൻസ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ കുഷ്ഠം. എന്താണ്? ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗം എന്നറിയപ്പെടുന്ന രോഗമാണ് കുഷ്ഠം. കുഷ്ഠരോഗ ദിനമായിട്ട് ആചരിക്കുന്നത് ജാനുവരിയിലെ അവസാനത്തെ ഞായറാഴ്ചയാണ്. ഇന്ത്യയിലെ ജാനുവരി 30 കുഷ്ഠരോഗ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഇത് തിരിച്ചറിയാൻ ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഹിസ്റ്റാമിൻ ലെപ്രോമിൻ. ഹിസ്റ്റാമിൻ ലെപ്രോമിൻ. ഹിസ്റ്റാമിൻ ലെപ്രോമിൻ ഈ രണ്ട് ടെസ്റ്റ് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഏത് അസുഖം തിരിച്ചറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ ലെപ്രോസി അഥവാ കുഷ്ഠം. ഹാൻസൻസ് ഡിസീസ് എന്നറിയപ്പെടുന്നു. കോസ് ചെയ്യുന്ന ബാക്ടീരിയ മൈക്കോ ബാക്ടീരിയം ലെപ്രേ. അടുത്തത് ടെറ്റനസ്. രോഗകാരി ക്ലോസ്ട്രീഡിയം ടെറ്റനി. ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന ബാക്ടീരിയയാണ് ടെറ്റനസിന് കാരണമാകുന്നത്. ലോക്ജോ ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് ടെറ്റനസ്. ലോക്ജോ ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം, അതായത് മസിൽസ് മുറുകുന്ന അവസ്ഥയാണ്. നാഡീവ്യൂഹത്തെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ടെറ്റനസ് കോസ് ചെയ്യുന്ന ബാക്ടീരിയ ക്ലോസ്ട്രീഡിയം ടെറ്റനി. ക്ഷയം അഥവാ ട്യൂബർക്ലോസിസ്. ട്യൂബർക്ലോസിസ് കാരണക്കാരിയായ ബാക്ടീരിയ മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. അപ്പോൾ ക്ഷയരോഗത്തിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രധാനമായും ശ്വാസകോശത്തെ എഫക്റ്റ് ചെയ്യുന്ന രോഗമാണ് ട്യൂബർക്ലോസിസ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം. ഇതിന്റെ മറ്റു പേരുകൾ നോക്കാം. കോക്സ് ഡിസീസ്, വെളുത്ത പ്ലേഗ് എന്നൊക്കെ അറിയപ്പെടുന്നു. കോക്സ് ഡിസീസ്, വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നു. കോക്സ് ഡിസീസ് എന്നുള്ള പേര് എന്ന് പറയുന്നത് ക്ഷയരോഗ അണുവിനെ കണ്ടെത്തിയത് റോബർട്ട് കോച്ച് എന്ന സയന്റിസ്റ്റ് ആണ്. അപ്പൊ അത് വെച്ചിട്ടാണ് കോക്സ് ഡിസീസ് അഥവാ കോച്ച് ഡിസീസ് എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ ഇത് പ്രധാനമായും എഫക്റ്റ് ചെയ്യുന്നത് ശ്വാസകോശത്തെയാണ്. ഇതിനെതിരെയുള്ള വാക്സിൻ ആണ് BCG വാക്സിൻ. BCG വാക്സിൻ. ഇതിന്റെ ചികിത്സാ രീതി അറിയപ്പെടുന്നതാണ് ഡോട്സ്. ഡോട്സ് എന്നാണ് ഇതിന്റെ ചികിത്സാ രീതി അറിയപ്പെടുന്നത്. ഫുൾ ഫോം ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോട്ട്. ഡയറക്ട്ലി ഒബ്സർവ് ട്രീറ്റ്മെന്റ് ഷോട്ട് എന്നാണ് ക്ഷയത്തിന്റെ ചികിത്സാ രീതിയായ ഡോട്സിന്റെ ഫുൾ ഫോം. അപ്പൊ ഇതിനകത്ത് 5 മരുന്നുകളാണ് ഡോട്സിലൂടെ ഒരേ സമയം നൽകുന്നത്. അതുകൊണ്ട് ഇത് മൾട്ടി ഡ്രഗ്സ് തെറാപ്പി എന്നറിയപ്പെടുന്നു. ട്യൂബർക്ലോസിസ് ഉണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് ചെയ്യുന്ന ടെസ്റ്റ് ആണ് മാൻഡോക്സ് ടെസ്റ്റ്. മാൻഡോക്സ്. അപ്പം ക്ഷയരോഗം
അപ്പൊ എന്തൊക്കെയാണ്? കോക്സ് ഡിസീസ് എന്നറിയപ്പെടുന്നു, വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം, രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം, ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ആണ് BCG വാക്സിൻ, നൽകുന്ന ചികിത്സാ രീതിയാണ് ഡോട്ട്സ്. ഡോട്ട്സ് എന്ന് പറഞ്ഞാൽ മൾട്ടി ഡ്രഗ് തെറാപ്പിയാണ്, അതായത് 5 മരുന്നുകൾ ഡോട്ട്സിലൂടെ ഒരേ സമയം നൽകുന്നുണ്ട്. അപ്പം ഇതിന്റെ ഫുൾ ഫോം ആണ് ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോട്ട്. ക്ഷയം അഥവാ ട്യൂബർക്ലോസിസ് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ആണ് മാൻഡോക്സ് ടെസ്റ്റ്. അപ്പൊ ഇതിന് കാരണക്കാരിയായ ബാക്ടീരിയ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. അപ്പൊ എന്തൊക്കെയാണ്? ആന്ത്രാക്സ്, രോഗകാരി ബാസിലസ് ആന്ത്രാസിസ്, ഒരു സൂണോട്ടിക് ഡിസീസ് ആണ്, അതായത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഡിസീസ് ആണ് ആന്ത്രാക്സ്. പിന്നെ ഇവിടെ ഓർത്തിരിക്കാനുള്ള ഫാക്ട് എന്ന് പറഞ്ഞാൽ ആന്ത്രാക്സ് ഒരു എയർബോൺ ഡിസീസ് ആണ്, അതായത് വായുവിലൂടെ പടരുന്ന രോഗമാണ്. അടുത്തത് കുഷ്ഠം, രോഗകാരി മൈക്കോബാക്ടീരിയം ലെപ്രൈ. അപ്പൊ കുഷ്ഠം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റുകളാണ് ഹിസ്റ്റാമിൻ, ലെപ്രോമിൻ. കുഷ്ഠത്തിന്റെ മറ്റൊരു പേര് ലെപ്രോസി, ഹാൻസൺസ് ഡിസീസ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് മെയിൻലി എഫക്ട് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനെയാണ്, ചർമ്മത്തിനെയാണ്. ടെറ്റനസ്, ക്ലോസ്ട്രീഡിയം ടെറ്റനിയാണ് രോഗകാരി, ലോക്ജോ ഡിസീസ് എന്നറിയപ്പെടുന്നു. ക്ഷയം, ട്യൂബർക്ലോസിസ്, രോഗകാരി മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. അടുത്തത് കോളറ. ടൈഫോയിഡ് പോലെ തന്നെ മലിനമായ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പടരുന്ന രോഗമാണ് കോളറ. കുടലിനെ ബാധിക്കുന്ന രോഗമാണ്, അതായത് നമ്മളെ സ്മോൾ ഇൻറ്റസ്റ്റൈനെ എഫക്റ്റ് ചെയ്യുന്ന രോഗമാണ് കോളറ. രോഗകാരി വിബ്രിയോ കോളറെ. കോളറയുടെ മറ്റൊരു പേരാണ് വിഷൂചിക. വിഷൂചിക എന്നറിയപ്പെടുന്ന രോഗം ഏതാന്ന് ചോദിച്ചാൽ കോളറയാണ്. വിഷൂചിക. വിഷൂചിക എന്നറിയപ്പെടുന്നു. ഗൊണോറിയ, നൈസീരിയ ഗൊണോറിയ. ബാക്ടീരിയ ഏതാണ്? നൈസീരിയ ഗൊണോറിയ. ഇത് ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്, അതായത് ജനനേന്ദ്രിയത്തിനെ ബാധിക്കുന്ന ഡിസീസ് ആണ് ഗൊണോറിയ എന്ന് പറയുന്നത്. കോസ് ചെയ്യുന്ന ബാക്ടീരിയ നൈസീരിയ ഗൊണോറിയ. അടുത്തത് വില്ലൻ ചുമ. ബാക്ടീരിയ ബോർഡറ്റെല്ല പെർട്ടുസിസ്. കോസ് ചെയ്യുന്ന രോഗകാരി ഏതാണ്? ബോർഡറ്റെല്ല പെർട്ടുസിസ്. അപ്പം ഇതിന് മറ്റൊരു പേരാണ് വൂപ്പിംഗ് കഫ്. വൂപ്പിംഗ് കഫ് അഥവാ പെർട്ടുസിസ് എന്നാണ് വില്ലൻ ചുമ അറിയപ്പെടുന്നത്. ഇത് എയർബോൺ ഡിസീസ് ആണ്, അതായത് വായുവിലൂടെ പകരുന്ന രോഗമാണ് പെർട്ടുസിസ് അഥവാ വില്ലൻ ചുമ. രോഗകാരി ബോർഡറ്റെല്ല പെർട്ടുസിസ്. അടുത്തത് സിഫിലിസ്, ട്രിപ്പോണീമ പാലിഡം. ബാക്ടീരിയ ഏതാണ്? ട്രിപ്പോണീമ പാലിഡം. ഇതും ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്, ജനനേന്ദ്രിയത്തെ ബാധിക്കുന്ന രോഗമാണ് സിഫിലിസ്. അടുത്തത് ബോട്ടുലിസം. രോഗകാരി ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. ഇത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയാണ് എഫക്ട് ചെയ്യുന്നത്. പേശികൾ, അതായത് മസിൽസ് തളർന്നു പോകുന്ന അവസ്ഥയാണ് ബോട്ടുലിസം എന്ന് പറയുന്നത്. അത് പാരലൈസിസ് സ്റ്റേജിലോട്ട് വരുന്ന അവസ്ഥയാണ് ബോട്ടുലിസം. നമ്മൾ ടെറ്റനീനെ കുറിച്ച് പറഞ്ഞു. ടെറ്റനി എന്ന് പറഞ്ഞാൽ മസിൽസ് മുറുകുന്ന അവസ്ഥയാണ് ടെറ്റനി. അപ്പൊ നമ്മൾ നേരത്തെ DPT വാക്സിനെ കുറിച്ച് പറഞ്ഞു. ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ളിനെതിരെ യൂസ് ചെയ്യുന്ന വാക്സിൻ, കൂടാതെ മറ്റ് 2 ബാക്ടീരിയക്കെതിരെയും യൂസ് ചെയ്യുന്നെന്ന് പറഞ്ഞു. ഒരെണ്ണം പെർട്ടുസിസ് ആണ്. പെർട്ടുസിസ് അഥവാ വില്ലൻ ചുമ, അല്ലെങ്കിൽ എന്താണ് വൂപ്പിംഗ് കഫ് എന്നറിയപ്പെടുന്ന വില്ലൻ ചുമയ്ക്കെതിരെ യൂസ് ചെയ്യുന്ന വാക്സിൻ ആണ് DPT. അതേപോലെ ടെറ്റനിക്കെതിരെയും യൂസ് ചെയ്യുന്ന ബാക്ടീരിയ ആണ് DPT വാക്സിൻ. ഏതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? അതിൽ D ഡിഫ്തീരിയ, P പെർട്ടുസിസ്, T ടെറ്റനയാണ് ഉദ്ദേശിക്കുന്നത്. DPT വാക്സിൻ ഏതിനൊക്കെയുള്ളതാണ്? ഡിഫ്തീരിയ, പെർട്ടുസിസ്, ടെറ്റനി. അപ്പൊ ഇതില് നമ്മൾ ഒരു രോഗം വിട്ടുപോയായിരുന്നു, എലിപ്പനി. എലിപ്പനിയും ഒരു ബാക്ടീരിയ രോഗമാണ്. അപ്പം എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയ ആണ് ലെപ്റ്റോസ്പൈറേ. ലെപ്റ്റോസ്പൈറ. എലിപ്പനി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വീൽസ് ഡിസീസ്. വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് എലിപ്പനി. വീൽസ് ഡിസീസ്. അപ്പൊ എന്തൊക്കെയാണ്? കോളറ, രോഗകാരി വിബ്രിയോ കോളറെ. കോളറയുടെ മറ്റു പേരാണ് വിഷൂചിക. ഗൊണോറിയ, രോഗകാരി നൈസീരിയ ഗൊണോറിയ. വില്ലൻ ചുമ അഥവാ പെർട്ടുസിസ്,
വൂപ്പിംഗ് കഫ് എന്നറിയപ്പെടുന്ന രോഗം ബാക്ടീരിയ ബോർഡറ്റെല്ല പെർട്ടസിസ്. ഇതിനെതിരെ യൂസ് ചെയ്യുന്ന വാക്സിനാണ് DPT വാക്സിൻ. സിഫിലിസ് ട്രിപ്പോനീമ പാലിഡം. ബോട്ടിലിസം ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം. നെർവ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന രോഗമാണ് ബോട്ടിലിസം. ബാക്ടീരിയ ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം. എലിപ്പനി ഒരു വാട്ടർ ബോൺ ഡിസീസ് ആണ്. ജലത്തിലൂടെ പകരുന്ന രോഗമാണ് എലിപ്പനി. എലിപ്പനിയുടെ രോഗകാരി ലെപ്റ്റോസ്പൈറെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ.